നമസ്കാരം. ഞാൻ നിലമ്പൂർ ശ്യാം സുന്ദർ. ഞാനിവിടെ എത്തിയത് മുക്കത്തുള്ള നമ്മുടെ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ മലയാളികൾക്കും സുപരിചിതയായ നമ്മുടെ കാഞ്ചനമാല, മൊയ്തീന്റെ സ്വന്തം കാഞ്ചനമാല എന്ന അമ്മയുടെ അടുത്താണ് ഞാനിപ്പോ ഇരിക്കുന്നത്. സിനിമ ഇറങ്ങിയപ്പോ അന്ന് റിലീസ് കഴിഞ്ഞതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മയോടുള്ള ആ ഒരു കാണാനുള്ള ആഗ്രഹം കൊണ്ട് അന്ന് ഞാനൊരു എഴുത്തയച്ചു അമ്മയ്ക്ക്. അപ്പൊ അമ്മ ആ എഴുത്തിന് എന്നെ രാത്രി വിളിച്ചു. 4 ദിവസം കഴിഞ്ഞ 5ാമത്തെ ദിവസം എന്നെ ഫോൺ വിളിച്ചു. അപ്പൊ എന്റെ ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ എനിക്കാവില്ല. അങ്ങനെ ഒരു ഇന്നാണ് എനിക്ക് അമ്മയെ കാണാൻ സാധിച്ചത്. കാഞ്ചനമാല എന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ കാണാൻ എനിക്കിന്ന് സാധിച്ചു. അപ്പോ ഇവിടെ ഞാൻ എത്തിക്കഴിഞ്ഞപ്പോ ഞങ്ങള് ഗുരുവായൂരിലുള്ള കുറച്ച് ആത്മബന്ധങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പോ ഇവിടെ നമ്മുടെ നിലമ്പൂർ സ്നേഹാലയം ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇന്നത്തെ വരവ്. അപ്പൊ അതിന്റെ കാര്യങ്ങളും അമ്മ ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അപ്പൊ എല്ലാവരുടെയും ആ ഒരു ട്രസ്റ്റ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വെറും ഒരു പേരും പ്രശസ്തിയും പണം ഉണ്ടാക്കൽ മാത്രമല്ല ജീവിതം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അമ്മ. കാരണം അമ്മയുടെ ആ ഒരു ജീവിത ആവിഷ്കാരം, കാരണം മൊയ്തീൻ എന്ന് പറയുന്ന ആ ഒരു യുഗപുരുഷന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മബന്ധത്തിന്റെ സ്നേഹത്തിന്റെ തീവ്രത എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞു കാണുമല്ലോ. അപ്പോ പലർക്കും ഒരു നേരം പോക്ക് മാത്രമായിരിക്കാം, പക്ഷേ ഇവിടെ അനുഭവിച്ച ആളുകൾക്ക് ഈ ഒരു പ്രണയത്തിന്റെ ആത്മാർത്ഥമായുള്ള ആ സ്നേഹത്തിന്റെ സത്യസന്ധമായ സ്നേഹത്തിന്റെ വില എന്താണെന്ന് അറിയുള്ളൂ. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമാണ് നമ്മുടെ കാഞ്ചനമാല എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ. എനിക്ക് അമ്മയോ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു അന്യമായ ഒരു പദമാണ് കുറെ കാലങ്ങളായിട്ട്. അപ്പൊ എനിക്ക് ഒരു പുതിയൊരു അമ്മ, ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയെ കൂടി കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ നമസ്കാരം.